ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ യാത്ര ന്യൂസിലാൻഡിലെ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ നാട്ടിലെ ചന്ത അത്രേ ഉള്ളൂ, വേറെ ഒരു സംഭവമൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ന്യൂസിലാൻഡിലെ എല്ലാ സാറ്റർഡേയ്സുമാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു രാവിലെ 6 മണിക്ക് 6:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 മണി വരെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് ഈ നാട്ടിലെ ചന്തകൾ ഉണ്ടാക്കുന്നത്. അതായത് കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ മറ്റേ ലോറി വന്ന് സാധനങ്ങൾ കൊണ്ട് വരലും വിൽക്കലും ആ സംഭവം പച്ചക്കറി കടയിലൊക്കെ സംഭവങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ആ സമയത്ത് റേറ്റ് കുറവായിരിക്കും സാധനങ്ങൾക്ക്. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് ആൾക്കാർ കാലത്ത് മോർണിംഗ് 6 മണിക്ക് വരും, സാധനങ്ങൾ കൊണ്ടുവയ്ക്കും. അത് റേറ്റ് കുറവാണ്, പിന്നെ ഫ്രഷും ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. ഈ സാറ്റർഡേ മാർക്കറ്റിലേക്ക് ആൾക്കാർ വരും. ഇവിടെ സാറ്റർഡേ മാർക്കറ്റിൽ മെയിനായിട്ട് നമ്മൾക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഉള്ളതൊക്കെയാണ് ഉള്ളത്. പിന്നെ മെയിൻലി നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്, അതാണ് മെയിൻ. ഞങ്ങളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്, കാരണം ഞങ്ങൾക്ക് ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1 മണിയായപ്പോഴാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ പോകുന്നത് ഒരു ഫിഷ് കണ്ടു. അപ്പോൾ ഫിഷ് നോക്കാനായിട്ട് പോവുകയാണ്. അവിടെ നല്ല ഫ്രഷ് ഫിഷുകളായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നോക്കാം. പക്ഷേ ഇവിടെ ഫിഷ് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റപ്പ്, നാട്ടിലെ പോലെ കട്ട് ചെയ്ത് തരുമോ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. പിന്നെ വലിയ വലിയ മീനുകളാകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കട്ട് ചെയ്യാനായിട്ട്. അത് കാരണം ഞങ്ങളങ്ങനെ വലിയ മീനുകൾ വാങ്ങൽ കുറവാണ്. പിന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ ഫ്രഷ് വെജിറ്റബിൾസ് കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി വാടിക പോലെ ഇരിക്കുന്നത്. കാരണം ഇവിടെ നല്ല വെയിലാണ്. ഈ ഫ്രഷ് വെജിറ്റബിൾ കാലത്ത് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ വന്ന് വെക്കുമ്പോഴേക്കും ഒരു ഇതൊക്കെ വാടും. ഇരിക്കുന്ന ഒരു വാഴത്തൈയാണ്. ഇതിന്റെ പേര് ബനാന മിസി ലൂക്കി. നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം എന്നല്ലത്, ഒരു റോബസ്റ്റ് ടൈപ്പ് പോലത്തെ സംഭവമാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിരിക്കുന്നത് കുടപ്പൻ. ഈ സാധനത്തിനുണ്ട് $18. നമ്മുടെ നാട്ടിൽ കമ്പയറിച്ച് നോക്കുമ്പോൾ 1000 രൂപ അടുത്ത് വരും. ഇതൊന്നും കറി വെച്ച് തിന്നാൻ കൊള്ളില്ല. നമ്മളൊക്കെ വായിൽ സ്വർണ്ണക്കണ്ടിരിക്കും. ഇത് പനിക്കൂർക്ക. നമ്മുടെ നാട്ടിലെ പനിക്കൂർക്കയുടെ അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷെ സംഭവം അതാണ്, പനിക്കൂർക്കയാണ്. അതിന് ഭയങ്കര കാശാണ്. പിന്നെ കാണുന്ന ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. ഈ കാണുന്ന ഇവിടുത്തെ ചെറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതും ഭയങ്കര കാശാണ്. $27 എന്ന് പറയുമ്പോൾ 1500 അടുത്ത് കാശുണ്ട് നാട്ടിൽ. അത് പിന്നെ സ്ട്രോബെറിയും വളരെ ടേസ്റ്റ്. പക്ഷെ ഇതെല്ലാം ഫ്രഷാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. വലിയ കീടനാശിനികളോ പെസ്റ്റിസൈഡോ ഒന്നും അടിക്കാത്തൊരു ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും. ഇത് നമ്മുടെ നാട്ടിലെ പപ്പായയാണേ. ഇത് ഞങ്ങൾ ഒരു ദിവസം വാങ്ങിയായിരുന്നു. നല്ലതായിരുന്നു, നാട്ടിലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നാരങ്ങ. ഇത് കണ്ട $10 എന്ന് പറഞ്ഞാൽ നാട്ടിൽ 500 രൂപ. ഒന്നിനും കിട്ടില്ല, ചുമ്മാ കണ്ടിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നിനും കൊടുക്കില്ല. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ നാരങ്ങ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നാരങ്ങ ആവശ്യമെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്താൽ ചെയ്യും. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. മത്തങ്ങയാണോ അതോ വേറെ എന്തെങ്കിലും സാധനമാണോ ഇതറിയില്ല. അവിടെ ഒന്നും ബോർഡും വെച്ചിട്ടുണ്ടായില്ല, നോക്കി പറയാം. പക്ഷെ നല്ല വലിപ്പമുണ്ട്. നമുക്കിവിടെ 2 ടൈപ്പ് ഒനിയൻ ഉണ്ട്. ഒന്ന് ഇതാണ്, ഇതിനാണ് നമുക്കിവിടെ റേറ്റ് കുറവ്. പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിലെ പോലത്തെ റെഡ് കളർ ഒനിയനാണ്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ചില മന്തൊക്കെ ആകുമ്പോൾ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ അത് യൂസ് ചെയ്യുക. അല്ലാത്തപ്പോൾ ഈ നമ്മുടെ വൈറ്റ വാങ്ങാറ്, അത് നല്ല റേറ്റ് കുറവാണ്. അതായത് നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി, പക്ഷെ അതിനൊക്കെ റേറ്റ് നല്ല കൂടുതലാണ്. പിന്നെ അത് അച്ചിങ്ങപ്പയറൊന്നുമില്ലായിരുന്നു, പാവയ്ക്കുണ്ട്. പാവയ്ക്കൊക്കെ ചീത്തയായി പഴുത്ത് വേറെ കളറായി തുടങ്ങി. അതാണ് ഞങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ന്യൂസിലാൻഡിലെ മാർക്കറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.